വാട്സപ്പിൽ ആഡ്സ് വരുന്ന ന്യൂസ് കിട്ടി. ആപ്പിലും വെബ്സൈറ്റിലും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ വാട്സപ്പ് തന്നെ നടക്കും. ഈ ആഡ് കണ്ട് ക്ലിക്ക് ചെയ്ത നേരെ വാട്സപ്പിൽ തന്നെ ചാറ്റ് ബോട്ട് വരുന്നു. അതിനുശേഷം ഒരു ഇന്ന കാറ്റഗറി വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ലിങ്ക് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നു. അവർ കയറുന്നു, അവർ ചാറ്റ് പ്രോസസ് അവിടെ വരുന്നു. നല്ല കൺസെപ്റ്റ് നമുക്ക് എന്താ എൻ്റർലി ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടോട്ടൽ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഇ കൊമേഴ്സ് മൊത്തത്തിൽ വാട്സപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആപ്പ് വെബ്സൈറ്റൊക്കെ മാറിയിട്ട് ആളുകൾ കൂടുതലും വാട്സപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു എന്നുള്ളത്. ഇത് വാട്സപ്പ് തന്നെ നമുക്കിപ്പോൾ ഒരു ചാറ്റ് ബോട്ടൊക്കെ പോലെ API ഇൻറ്റഗ്രേഷൻ ഒക്കെ വന്നിട്ട് നമ്മുടെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് കാറ്റലോഗ് ഇൻക്ലൂഡിങ് പ്രൈസ് ഇൻക്ലൂഡിങ് പർച്ചേസ് അടക്കം ഇപ്പോൾ വാട്സപ്പ് നടന്നിട്ട് ട്രാക്കിംഗ് അടക്കം നമുക്ക്, അതായത് ആപ്പിലും വെബ്സൈറ്റിലും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ വാട്സപ്പ് ത്രൂ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ഡീറ്റെയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും? ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി അതിലേക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാം. പക്ഷെ ഒരു രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് മാർക്കറ്റിലേക്ക് എത്താനുള്ള ഒരു പരിധി വരെ ചാൻസ് ഉള്ളൂ. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എ വന്നപ്പോൾ സെർച്ച് എഞ്ചിന് ഗൂഗിളിനൊക്കെ ഭയങ്കരമായിട്ട് അടിവരും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് മാത്രമാണ് ഇപ്പോൾ കൂടുതലും എന്താണ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കമ്പൈൻ ആയിട്ട് മാത്രമേ ഉള്ളൂ സ്കെയിൽ ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ബോട്ട് ഒന്നും അത് ആൾക്കാർക്ക് ചിലപ്പോൾ നമ്പർ സെർച്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആൾക്കാരെ അത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു പരിധി വരെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മോഡൽ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വെബ്സൈറ്റിനും ആപ്പിനും അതിനുള്ള പ്രയോറിറ്റി ഉണ്ട്. കാരണം ഗൂഗിളിലാണ് ആൾക്കാർ സെർച്ച് ചെയ്യുക, ഗൂഗിൾ നമ്പർ അല്ല സെർച്ച് ചെയ്യാം, വാട്സപ്പ് നമ്പർ അല്ല സെർച്ച് ചെയ്യാം. ആൾക്കാർ ഗൂഗിൾ റീപ്ലേസ് ചെയ്യൂല ആപ്പിനും വെബ്സൈറ്റിനും. സെയിൽസ് ഗ്രോത്ത് ഒന്നുകൂടി, അതായത് വാട്സപ്പിൽ നിന്നൊക്കെ നമ്മുടെ ആപ്പിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ ഡയറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലിങ്ക് ത്രൂ ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിലേക്കൊക്കെ ഫസ്റ്റ് ബേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാട്സപ്പിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആണ്. ഞാൻ പറഞ്ഞത് വാട്സപ്പിലെ കാറ്റലോഗിന്റെ സിസ്റ്റം അല്ല, നമ്മൾ API സിസ്റ്റം യൂസ് ചെയ്തിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ ഒന്നുകൂടി ടൈം കൺസ്യൂമിങ് ആണെന്നുള്ള പൊതുവെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പല ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയി, പിന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാവില്ല. അപ്പൊ കാറ്റഗറി ഇങ്ങനെ മാറ്റി സ്വിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ കുറേശ്ശെ പ്രൊഡക്ട്സിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ടെലഗ്രാമിലുണ്ടായ ഒരു കൺസെപ്റ്റ് ബോട്ട്സ് ഒക്കെ പേയ്മെന്റ് ഇല്ലാന്ന് തോന്നുന്നു. അതെ, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതില് സംബന്ധിച്ചാൽ അത് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കൊച്ചി മെട്രോന്റെ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ അറിയാവുന്നതാണ്. അപ്പൊ അവരിതിൽ പോകുമ്പോൾ ആദ്യമൊക്കെ എന്തായിരുന്നു വെച്ചാൽ നമുക്ക് ഹായ് അയച്ചിങ്ങനെ കയറിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരും. അതിനുശേഷം ആന്റീന സ്ഥലം, അപ്പോൾ ലിസ്റ്റ് ഓഫ് കൂടും. അപ്പൊ അടുത്ത അതർ എന്ന് പോയി കുറെ ടൈം ഓഫ് ഫ്രിക്ഷൻസ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരെന്താ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ജസ്റ്റ് ഹായ് അയച്ചെന്ന് വെച്ചാൽ ബുക്കിങ്ങിനാണോ അല്ലെങ്കിൽ ഇതിനാണോ ചോദിക്കും. അപ്പോൾ തന്നെ ലിങ്ക് വരും, വാട്സപ്പ് ലിങ്ക് വരും. എന്നിട്ട് വെബിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുന്നു, പേയ്മെന്റ് ആയി തന്നെ. അപ്പൊ ഇങ്ങനത്തെ പർപ്പസ് ഇത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽ. വാട്സപ്പ് ആ ഒരു ഫ്രിക്ഷൻ വരും, കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ ഉള്ള പോലെ. അതെ, കുറെ ടൈമിങ് പോകും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർ ചെയ്തത് ജസ്റ്റ് ഹായ് അയച്ചു, നിങ്ങൾക്ക് ബുക്കിങ്ങിനാണോ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പ്ലെയർ അറിയാൻ അങ്ങനെ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നേരെ എന്താ ലിങ്ക് വരുന്നു. ലിങ്ക് വരുമ്പോൾ നേരെ ക്രോം ഓപ്പൺ ആവുന്നു, വെബ് ഓപ്പൺ ആവുന്നു, വെബിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് അയക്കുന്നു, പേയ്മെന്റ് അടിക്കുന്നു. ഈ പ്രോസസ്സായി. എന്നിട്ട് അതിന് ഓക്കെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. ഈ ഒരു മെത്തേഡ് ആണെങ്കിലും പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും. അല്ലാത്ത സമയത്ത് നമുക്ക് കാറ്റഗറി ഫിൽട്ടർ ചെയ്യാനും നമുക്ക് ബേസ്ഡ് ഓൺ ഫിൽട്രേഷൻസ് ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മോഡലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആപ്പോ എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്ന ഡ്രസ്സാണ് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ വെബിൽ ആ ഏരിയ പോർഷൻ മാത്രം ഓപ്പൺ ആക്കി വരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലാതെ കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുമെന്നുള്ള ഇപ്പോഴത്തെ സിനാരിയോകള് റിസ്ക് ആണ്. കാരണം ലാർജ് സ്കെയിൽ ഓഫ് ബിസിനസ്സിനൊന്നും ഓക്കെ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ 2-3 പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു വെബിന്റെ ഒരു പ്രധാനം എല്ലായിടത്തും ഉണ്ട്, പ്രാധാന്യം എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഫാർ ബെറ്റർ, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ വാട്സപ്പില് എന്താണ് ആഡ് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. വാട്സപ്പിൽ ആഡ്സ് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്നുകൂടി ബിസിനസിനെ ഒന്നുകൂടി ഗ്രോത്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വാട്സപ്പിൽ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർ ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഡ്രസ്സ്, ഫാഷൻസ് പ്രൊഡക്ട്സിനൊക്കെ ആയിരിക്കും ആദ്യം ത്രൂ ആഡ് പോകുമ്പോൾ ഒന്നുകൂടി കൺവേർഷൻ റേറ്റ് കൂടും. അപ്പോൾ വാട്സപ്പിലേക്ക് തന്നെ അപ്പം തന്നെ മെസ്സേജ് വരുമ്പോൾ അപ്പോൾ അവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വരാൻ ചാൻസ് ഉള്ളത് തോന്നുന്നത് ഈ ആഡ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് വാട്സപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പ് ബോട്ട് ഓപ്പൺ ആയിട്ട് സെയിൽ പ്രോസസ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു മോഡലൊക്കെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് സ്കെയിൽ ചെയ്യാൻ മേ ബി ചാൻസസ് ഉണ്ട്. അപ്പോൾ 100% റീപ്ലേസ്മെന്റ്
ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ്. വാട്സപ്പിൽ ആഡ് വരുന്നത് ഇൻ ബിറ്റ്വീൻ ദി സ്റ്റോറീസും അതെ അതെ അതുപോലെ തന്നെ ചാനൽസ് ത്രൂ ആണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ചാനൽസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് വരുമോ ആൾക്കാർ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. മേ ബി യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അത്യാവശ്യം. ചാനൽസ് ത്രൂ ന്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നുള്ളത് നമുക്ക് സ്റ്റോറീസ് ആൾക്കാർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്ക് മേ ബി ബെറ്റർ ആക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇനിയും അതിന്റെ ഒരു പ്രീമിയം വേർഷൻ വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇൻസ്റ്റയിൽ പ്രീമിയം വേർഷൻ വന്നിട്ടില്ല, ഫേസ്ബുക്കിലും പ്രീമിയം വേർഷൻ വന്നിട്ടില്ല. പ്രീമിയം വരുമ്പോൾ ആഡ് ഫ്രീ ആക്കാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷെ മേ ബി ഇപ്പൊ കറന്റ് ഇതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. അപ്പൊ ഒന്നുകൂടി സ്കെയിൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലാണ്, കാരണം ഈ ആഡ് വരുന്ന ബിസിനസ് സൈഡിലാണ് കേട്ടോ ഒന്നുകൂടി ബെനിഫിറ്റ് ആവാം. സാധാരണ ആൾക്കാർക്ക് അതൊന്നുകൂടി, അഥവാ യൂസേഴ്സിന് ഭയങ്കര ഇറിറ്റേഷൻ, മേ ബി ഫ്രിക്ഷൻസ് ഉണ്ടാവാം. എന്നാലും ഒരു കൊണ്ടുവരുന്നത് ആ സ്റ്റോറി അതുപോലെ തന്നെ ചാനൽ ആ ഒരു ഫീഡിന്റെ ഇടയിലാണ്. അതായത് നമ്മുടെ ചാറ്റിന്റെ സെക്ഷനിലോട്ടോ കോളിന്റെ സെക്ഷനിലോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് മേ ബി കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് വരുന്നുണ്ട്. അത് വലിയ ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിലാണ് അവർ കൊണ്ടുവരാറുള്ളത്. നമുക്ക് ഒരു ബ്ലോക്കിംഗ് ആകുന്നോ വേണമെങ്കിൽ നമുക്ക് അടിച്ചുവിടാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെത്തേഡിലാണ് കറന്റ് ഇവര് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡ് ആകുമ്പോൾ ഒന്നുകൂടി ബിസിനസ് സൈഡിൽ നോക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഒന്നുകൂടി സ്കെയിൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വാട്സപ്പ് ബിസിനസ് ത്രൂ അവർ നല്ല രീതിയിൽ ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആഡ് കണ്ട് ക്ലിക്ക് ചെയ്ത നേരെ വാട്സപ്പിൽ തന്നെ ചാറ്റ് ബോട്ട് വരുന്നു. അതിനുശേഷം ഒരു ഇന്ന കാറ്റഗറി വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ലിങ്ക് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നു, അവർ കയറുന്നു, അവർ ചാറ്റ് പ്രോസസ് അവിടെ വരുന്നു. നല്ല കൺസെപ്റ്റ് നമുക്ക് എന്താ എൻ്റർലി അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തന്നെയാണ് അതിൽ മേജറായിട്ട് നമുക്ക് സംസാരിക്കാറില്ലേ. രണ്ട് സെഗ്മെന്റും ഒരു ബിസിനസ്സിൽ വേണം. അപ്പൊ ഏത് ബിസിനസ് ആണെങ്കിലും അവർക്ക് എന്തായാലും ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ വാട്സപ്പ് സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. അതെ അതെ, അത് തന്നെ ചാറ്റ് ബോട്ട് കാര്യങ്ങൾ ഏത് ഫ്ലിപ്കാർട്ട് ആമസോൺ വരെ ആ കാര്യങ്ങളുണ്ട്. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ അപ്പോൾ ബോട്ട് കാര്യങ്ങൾ. മറ്റേ ആദ്യം ഒരു കോൾ സിസ്റ്റം ഉണ്ട്, കോളിനേക്കാൾ ബെറ്റർ ഇതാണ്. അതെ അതെ. പിന്നെ അവർ അലേർട്ട് ചെയ്യാൻ പറ്റും, കാരണം ആപ്പിലേക്ക് എപ്പോഴും ഇവർ മൂവ് ചെയ്യണമെന്നില്ല, വാട്സപ്പിലേക്ക് ഇന്റഗ്രേഷൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വാട്സപ്പിൽ എപ്പോഴും കയറണോണ്ട് ഇവർക്ക് ഓർഡറിന്റെ പ്രോസസ്സുകള്, അപ്ഡേറ്റ്സുകള് അങ്ങനത്തെ കൊടുക്കുന്ന ഒന്നും കൂടി ബെറ്റർ ആണ്. ഓർഡർ ബുക്കിനേക്കാൾ കൂടുതൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്തുകൊണ്ടാണ് ആമസോണിൽ എന്താ വാട്സപ്പിലേക്ക് ഓർഡർ സിസ്റ്റം ഉണ്ടാക്കാത്തത്? അവരിതിലുണ്ട് എങ്ങനെ ഓർഡർ എടുത്ത് തന്നെ അതിന്റെ അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നത്. ഇന്ന ഡേറ്റിൽ വരും, അല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഇന്ന് വരുന്നുണ്ട്. ഇതിൽ അലേർട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി എന്താ ഫിമിലിയർ ആണ്, കാണാനും ഒന്നുകൂടി വാച്ച് ചെയ്യാനും. അപ്പൊ അലേർട്ട് ആവും ഒന്നുകൂടി, കാരണം റിട്ടേൺസുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഏരിയയിൽ സപ്പോർട്ടീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മേജറായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരിക്കലും എന്തായാലും ഇപ്പോ ഈ വാട്സപ്പ് ഇ കൊമേഴ്സ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കൂല. ഡോമിനേറ്റ് മീൻസ് അവരെടുത്ത് കളിയില്ല, രണ്ടും രണ്ടായി തന്നെ നിൽക്കും. അവരെല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ബിസിനസ്സിൽ അത് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. കാരണം റിട്ടേൺസ് കുറക്കാനും പിന്നെ നമുക്ക് റീടാർഗറ്റിംഗ് കൂടി ഒന്നുകൂടി ഈസിയാണ്. കാരണം ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പ്രൊഡക്ട്സ് ഏകദേശം ഒരു മാസത്തെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുന്നത്, അടുത്ത മാസം ആവുമ്പോൾ ഒരു 5 ദിവസം മുന്നേ തന്നെ അലേർട്ട് പോവാ. വാട്സപ്പിന്റെ കയ്യിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിന്റെ ഡാറ്റ കാര്യങ്ങൾ. അതെ, നമുക്ക് റീടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ അഡ്വർടൈസ്മെന്റ്സ് പോകാൻ പറ്റും ഈ ആൾക്കാർക്ക് തന്നെ. അപ്പൊ എക്സ്പെൻസ് ഒന്നും കുറയും. കാരണം നമ്മളെ പ്രൊഡക്ട്സ് അടിപൊളിയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ എന്താ റിപ്പീറ്റേഷൻ ഓർഡേഴ്സ് വരാനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഗ്രോത്ത് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് തന്നെ ഗ്രോത്ത് നമുക്ക് നല്ല കൺസിസ്റ്റന്റ് ആക്കി പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് 1 month ആയി, ഒരു 5 ദിവസം മുന്നേ വരെ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റേഷൻ ഓർഡേഴ്സ് വരും. ആ ഓർഡേഴ്സ് ഒന്നും കൂടി, കാരണം ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ വലിയ കോസ്റ്റ് വരില്ല. കാരണം മറ്റേ ന്യൂ യൂസേഴ്സിന് നമ്മൾ അഡ്വർടൈസ്മെന്റ് ത്രൂ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കോസ്റ്റ് വരും. ഇത് ഇവിടെ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 10% കോസ്റ്റ് വരുള്ളൂ ഉണ്ടാവുക കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഒന്നുകൂടി സ്കെയിൽ ചെയ്ത് കാര്യങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എത്രയാണ് മേജർ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.